आप सबका स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए हैं बेटर मूवी के सीन 6 का रिएक्शन। तो ये मूवी ना धीरे धीरे और पे और फनी होती जा रही है और मुझे लगता है ये होटल में तो बहुत ज्यादा केओस होने वाला है। सच में यार, इस मूवी ने तो पागल ही कर दिया है। मतलब समझ ही नहीं आ रहा है कौन किसके पीछे। मेरे को तो बहुत सारे सवाल है सच में यार। थ्रू आउट द मूवी हम इतना हंसे, इतनी फनी मूवी है ना, बहुत ही मजा आया है। देखते हैं फिर अब आगे क्या होगा, तो आप भी देखो। അപ്പൊ ശരി മാലയായിട്ട് വരുമ്പോ ബാക്കി ഇനി തിരിച്ചു പോയിക്കായിരുന്നാ മതി എന്റെ ഈശ്വര. सबको जिसको पैसे चाहिए तो उसको मिल गए, पर माला किसी को नहीं मिल रही जो जैसी चाहिए. माला स्वैप हो गई है. എന്താ എന്തിനാ കരയണേ? മണിയെ കാണാനില്ലെന്ന് ഇപ്പൊ വരാന്നും പറഞ്ഞ് പുറത്തു പോയതാത്ര. मनी बेहोश पड़ा. അതാണ് കാര്യം. ഞാൻ അവനെ പുറത്തൊരു അത്യാവശ്യത്തിന് പറഞ്ഞോട്ടെ. ഞാൻ എടുത്തോളാം. ഹലോ. ആ ഞാനിവിടെ कपबोर्ड അൽമാരിക്കകത്താ. गोविंद ഈ ഹോട്ടലിലെ ഏതൊരു മുറിയിലെ ഏതൊരു അൽമാരിക്കകത്താ. कौन सा रूम? നീ എങ്ങനെ അധികാരം പറ്റിയത്? അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. अरे गोल क्यों घूम रहा है? അതെനിക്കറിയില്ല. ഏത് ഫ്ലോറാ? അതും എനിക്കറിയില്ല. Which floor? എടാ എന്തെങ്കിലും അടയാളം പറയാണ്ട് ഞാൻ എങ്ങനെ അറിയും? ഹലോ, ഇതിന്റെ കറണ്ട് പോയി. ഞാനിന്ന് പൊളിക്കുകയാണ്. പുറത്ത്. ഹലോ. അയ്യോ നമ്മേ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയ വെയിറ്ററുടെ തന്തയ്ക്ക് വിളിക്കും അല്ലേ? കാണിച്ചു തരാം. क्या करेंगे? നാലെണ്ണം അടിച്ചിട്ടിരിക്കല്ലേ, അളവൽപ്പം കുറഞ്ഞാലും हाय हाय इसकी शराब पी ली. ചിക്കൻ പീസ് ഒരെണ്ണം കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ. पकड़ा गया. ഇപ്പൊ ഞാൻ ഇവിടുത്തെ മാനേജറെ വിളിച്ചു പറയും. കസ്റ്റമേഴ്സ് കഴിക്കാൻ ഇനി മേലാൽ തിന്നൂല സാർ. വേണമെങ്കിൽ സാറിന് ഒരു പീസ്. വളരെ പാടുപെട്ട് കിട്ടിയ ജോലി. സാറിന്റെ കാല് പിടിക്കാം. ആരോടും പറയരുത്. ഞാൻ എന്ത് വേണമെങ്കിലും സാറിന് വേണ്ടി ചെയ്യാം. कुएं में ഇവിടുത്തെ कूदो. ഏതോ ഒരു മുറിയിൽ ओ भाई ആരുടെ മണി സാർ? ആരുടെ മണിയല്ല, ഇത് ബാൻഡ് ഒക്കെ പോലെ. വിട്ടുപോയതാ. കണ്ടുപിടിക്കാൻ ഒരു Smoke पकड़ा दिया എല്ലാ था. മുറിയിൽ അൽമാരയൊക്കെ തപ്പി അവനൊന്ന് പുറത്തിറക്കി തരണം. ഓ, കാശ് ഞാൻ വേറെ ചാൽ इसको काम दे തരാം. दिया. ഈ കാര്യം ഞാൻ പുറത്ത് പറയേയില്ല. ഇവിടെ 300 മുറിയുണ്ട് സാറേ. ചുമ്മാ കയറി തപ്പാനൊന്നും പറ്റില്ല. ആളെ ഞാൻ പുറത്തിറക്കി തരാം. പക്ഷെ കുറച്ച് സമയം വേണം. സമയം എത്ര മണിയിൽ എടുത്തു? സമയം बहुत പക്ഷെ കാര്യം നടക്കണം. അല്ലെങ്കിൽ ആ बच गया. एक लेग पीस कितना भारी पड़ गया. अरे यार अभी क्या और ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. पूछो. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? कितना? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ. 50,000. നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട, അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. 50,000. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി, अरे അത് മതി. यार। കാശ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. अरे क्या बात हो यार, रही है? क्या मेरे को समझ में नहीं आया. वो बोले कि 50,000 में फिर तू कुछ चीज में मेरे को रोकेगी नहीं. തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട. Huge body. ഞാൻ അവനെ കൂടെ പോകും. കയ്യെ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ല. അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ തള്ളെ കൊന്നിട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ വെച്ച് സാറ് പോയിക്കോ. തിന്ന തൂറ തിന്ന ये തൂറ. जोर से എന്തിനാ चिल्ला ഇത്രയും रहे തൂക്കം हैं। ഉള്ള ആൾക്കാരെ सब ദൈവം पागल है, ശിക്ഷിച്ചിരിക്കുന്നത്? पागल. ओ भाई क्या हो रहा है ये? ഇങ്ങനെ ചവിട്ടി പിടിക്കുക. തുറക്കാൻ പറഞ്ഞില്ലേ? वो सामने नहीं आते, उनको लात ഇവിടെ पड़ेगी. ആരുണ്ട്? अरे पीछे ഞാൻ से കേട്ടി बोलते പറഞ്ഞു हैं. ചെറുക്കൻ്റെ അച്ഛൻ. ചെറുക്കന്റെ അതന്നെ, അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു, കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ. അത് വലിയ കല്യാണം നടക്കല്ലേ, പരിചയമില്ലാത്ത സ്ഥലവും. അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 50,000. 104. അവിടെ ആരാണ്? 104 अरे नहीं. ഓ അത് ശരി. അപ്പൊ ഈ ബാക്കി ബാക്കി കാശ് എന്റെ മുറി കൊണ്ട് തരണം. അവ 104 ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമങ്ങളെ എനിക്ക് ഓക്കേ. अरे कितना कंफ्यूजिंग നീ है. ആ ടോമങ്ങളിൽ നിന്ന് വിളിക്കണം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. എങ്ങോട്ട് പോവാ? ടോഫി ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയ ഒരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. इस നിന്റെ room में तो അപ്പനെ वो ഞാൻ lock है. വെച്ചിട്ടാ. अरे ये അങ്കിൾ ടോമിന്റെ റൂം ഒന്ന് കണക്ട് ചെയ്യോ? पैसा भी दो. ഞാനിവിടെ ഉണ്ടാവും. अरे यार. ഏതാ റൂം? ഹലോ, ഞാൻ 229 ആണ്. ക്യാഷ് റെഡിയാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? Oh my God. ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. वहाँ पे कोई और तो नहीं है ना? വേണമെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ഓ അത് ശരി, എന്ന് ഞാൻ അങ്ങോട്ട് വരാം. Oh my God, धमाल. वरु वरु वरु. अरे नहीं, ये पकड़ लेंगे सीधे. भाई ഇരിക്കും साहब. കേട്ടോ. അതെ, ആ
ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം ഇന്നലെ पहले पैसा। ഇൻട്രസ്റ്റോ അപ്പൊ ഇത് പലിശക്കാം പലിശക്കല്ലാതെ ഭയങ്കര ഇരിക്കട്ടോ ഐ ലൈക്ക് ദ ഹ്യൂമർ वाओ चप्पल भी नहीं लिए पैसे तो दे दिए काम अंकल फ्यूचर वाइफ പിടിച്ച് ഉമ്മ വെച്ചു കേസ്. പല്ലുകൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട് काट भी लिया ഇങ്ങനെയുള്ള ആവാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും പോക്കിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കി ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ നേരം തല്ലി പിടിക്കും പിന്നെ അവൻ ജീവിതത്തെ ആരും ഉമ്മ സമ്മതിക്കില്ല ഓ ബഹളം ഉണ്ടാക്കരുത് ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ പറ്റിയ തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഒരു 5 or 10 പേരെ കൂടുതൽ തരാം ओ 5 or 10 lakhs 5 or more 10 എനിക്ക് കൂടുതൽ കിട്ടാൻ പോണോണ്ടല്ല അച്ചായനും ഞാനും തമ്മിൽ ബന്ധം വേണമെന്ന് വെച്ചിട്ട് पैसे के लिए कुछ भी अपनी वाइफ के केस में बुला दी പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച് ഒരുത്തനെ സമതല. പുണ്യാളച്ചാന്ന് വിളിക്കണം अरे उसको और रुला रहे हो आप ये टॉम अंकल ओले अब अगर कोई इनको देखेगा तो बोलेगा तू अभी उसके पास गया था तब लड़की और तू रूम में भी लड़की बुला रहा है ओ भाई पूरा नाम ही खराब टॉम अंकल का ഓക്കെ ഒരു ചായ കൂടെ പറയാം കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? अरे यार ഏത് വീട്ടിലെ मेरे ഏത് നാടൊക്കെ എന്തിനറിയുന്നേ? കൊള്ളൻ. ഇത്ര പ്രായമായിട്ട് നാട് മാറില്ലല്ലോ. अरे उसके साथ जबरदस्ती हो रही है ഞാൻ ബാത്റൂമിൽ നിൽക്കാം. ഇതില് कौन है वो कपबोर्ड में Can I make the tea? No, no. Okay, sir. എവിടെ പോയി Sir, bill please, sir. പിന്നെ പിന്നെ अरे हमें कपबोर्ड खुलेगा എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ചെറുക്കൻ്റെ അച്ഛൻ പണം കൊടുക്കാൻ പറഞ്ഞ പണം കൊടുക്കാനല്ലേ Huggies wife. പറഞ്ഞത്? ഭാര്യയെ കയറി പിടിക്കാൻ यार ये तो क्या हो रहा है ഇരുപത്താറ് മാത്തച്ഛന്റെ ഭാര്യയെ കയറി പിടിച്ചില്ലേ ഇന്നാണ് ഒരുത്തൻ ഇവിടെ കയറികളെ ഇടിച്ചില്ലേ ആ ചുമ്മാതല്ല ഇയാളാണ് വീട്ടിൽ കയറി തോന്നിയ അവളെ കണ്ടിട്ടില്ല പോലും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല പ്രജിത്ത. കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണ്ണമേ കയറി പിടിച്ച എന്തിനാന്നാ ചോദിക്കുന്നേ? ഞാൻ കാശ് കൊണ്ട് ആരുടെയും മുറി പോയിട്ടില്ല ആരെ കയറി പിടിച്ചിട്ടില്ല നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത് അവനെ എങ്ങോട്ട് വിളിക്കേ കൂട്ടിരുന്ന് ചോദിക്കാം അറിയണമെങ്കിൽ അറിയട്ടെ. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. 40-40 വർഷമായി ഈ മനുഷ്യനോട് ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ Blood. ചോര പിടിച്ചത് പിന്നെന്താ അതിന്റെ ചോരയ്ക്ക് ഒരു വാസന അത് നല്ല I have a noble mind. വാസന ഉണ്ടാവും അങ്ങനെയാണ് ഇവിടെ ചോര നാറുന്നത്. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കും. ഇങ്ങോട്ടൊന്നും വിളിക്കാം നമുക്ക് അപ്പുറത്ത് ചോദിക്കാം बाहर चल अरे 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 नहीं 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 मेरा सर की बॉडी ओह माय गॉड ये कौन है എനിക്കറിയില്ല താൻ അറിയാത്ത തലമാരിക്കട്ട് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത് ഇവൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല സത്യം പറ ഏതാണ് നീ അടിച്ചതിന്റെ പോലീസിനെ വിളിക്കും. കക്കാന് മോട്ടിക്കാൻ ഒന്നുമല്ല. ഇയാള് വിളിച്ചിട്ടാ ഞാൻ he വന്നത്. called me വിളിച്ചോ എന്നിട്ട് ഹോട്ടലിലേക്ക് വാ കെട്ടിക്കോളാന്ന് പറഞ്ഞു. marry me ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ നാക്ക് പുഴുത്തു പോവും പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൂട്ട് അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത് അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന് ये क्या बोल रहे हो? मैं पैसा दूंगा रूम में आऊंगा ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? अरे अब तो जाना क्या करेगी താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെഴ തന്നെയാ. എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന് ഞാനല്ല എല്ലാരോടും വിളിച്ചു പറയും. പറഞ്ഞേക്കാം. इज्जत का कुछ नहीं है तो कोई टेंशन नहीं എന്റെ പ്രജിത്ത ഞാൻ പറയുന്നൊന്ന് കേക്ക് ആ മാത്യുവിനെ വിളിച്ചത് മുമ്പിൽ നിർത്ത് ഞാൻ പെണ്ണെ വിളിച്ചത് അയാൾക്കറിയാം ഇവളെ സത്യം അയാൾ പറയും Sir, bill. എനിക്കൊരു പെണ്ണിനെ പെടക്കോയിനെ അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇല്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല പോയി കള്ളം പറയുന്നു ആ പന്നെ കൊല്ലും താലി കല്യാണം മുടക്കാൻ കച്ചയായിട്ട് ഇറങ്ങിയതിക്കാണോ കള്ളയാ പറയുന്നത് ഇനി ഒരു അക്ഷരം പിടിയാ തന്റെ നാക്കിയാ പിടിച്ചത് ഇങ്ങനെ ഒരു
Rogue like this in our family. മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. क्या हो എന്റെ गया ഒരേ ഒരു മോളാണ് കാണുമെന്നുള്ള ഒരു Respectful ആഗ്രഹം മാത്രമേ husband. എനിക്കൊരു ബാക്കിയുള്ളൂ. बहुत तेज थप्पड़ ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന് ശിക്ഷയായി വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ 5 lakhs more चलो മാത്തച്ഛനെല്ലാം മറക്കും. पैसे से कुछ നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. Let him come. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG-യുടെ ദേ, കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും. Oh. पूरा लास्ट तक वेट किया ये करने के लिए. यहाँ पे ये अलग चल रहा है Bride. अच्छा ये है वीना. वाओ. Sudhri. ഇപ്പൊ തന്നെ കണ്ട എനിക്ക് Oh. അതിന് ഇയാൾക്ക് ഐശ്വര്യ റോയ് അല്ലേ വേണ്ടത്? അങ്ങനെ പല സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. സ്വപ്നം കാണുന്നതിന് നമ്മൾ We should be miser. Oh. Oh. ആ മാല വെച്ച് കയ്യില് 10 ചിക്കിളി വന്നിട്ട് വേണം അന്തസ്സായിട്ടൊന്ന് വിലസാൻ. ആ അതുപോട്ടെ, വേറെ റെഡിയാവ്, താഴെ പാട്ട് തുടങ്ങി. ആ ഫെലിക്സിന്റെ മനസ്സ് നമുക്കൊന്ന് കിട്ടുക്കണ്ടേ. Whoa. Hurry. इतना कुछ हो गया फिर भी सब चुप बैठे हैं जो हुआ एक परिवार में हो गया ना. हाँ। ऐसे इनकी बेटी बच रही थी हर बार. बच गया अरे ये तो क्या खुद को ही मर्डर बन है. गया। इस मूवी के गाने एक्चुअली बहुत मस्त है. कौन है वो वाओ. फेस ऑफ और नाटू नाटू क्या बात है भाई. भूल के भी उसका वापस मत जाना. इसको बस डांस करना था उसकी शादी में. Oh. नहीं എന്താ നിന്റെ ഉദ്ദേശം? What do you mean? വീണ, നിന്റെ ഉദ്ദേശം എന്താ ഞാൻ ചോദിച്ചത്? വീണ? Eh? ഏത് വീണ? What? हाँ? എക്സ്ക്യൂസ് മീ, വാട്ട്സ് ദ മാറ്റർ? കാൻ ഐ ഹെൽപ് യു? ഒന്നുമില്ല, അയാൾക്ക് ആള് മാറിപ്പോയതാ. ഓഹ്, ഗുഡ് നൈറ്റ്. Oh. ऐसे जलाओ तो जलाओ. उनके साथ आई है वो. डबल कलर टाई क्यों पहनी थी? अब ज्यादा दुख होगा इसको. पहले तो ये था ना कि मैंने छोड़ा है. हाँ, वो खुश है. എക്സ്ക്യൂസ് മീ, ഹലോ, ആ ടേബിളിലേക്ക് ഒന്ന് വരണം. താങ്ക് യു. ओ नो ये लड़ना ले സത്യം പറ, നിങ്ങൾ ആരാ? അവരുടെ ആരുമല്ല, അവരെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഞാൻ. ഇയാൾ അതിന് എങ്ങോട്ട് വന്നേ? ഇവിടെ വന്നതാ മോര് വെള്ളം കുടിക്കാൻ. എടോ, ദൈ- ബാറിൽ എന്തിനാ വന്നിരിക്കുന്നത്? കാൾ കുടിക്കാനല്ലാണ്ട്. അതെന്റെ വീണയല്ലേ? ഇതെന്റെ ബിയറാണ്. അതല്ല, തന്റെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് അതെന്റെ വീടാണെന്ന് എനിക്ക് അറിയാം. माई താനീ वीना കിടന്ന് കൂണ് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എന്റെ കൂടെ കണ്ട പെണ്ണിനെ കുറിച്ചാണെങ്കിൽ അത് വീണ മതിലൊന്നുമല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ. When I'm going ഇല്ല, to ഞാൻ marry. സമ്മതിക്കില്ല. ഇത് കഴിക്കാനാണോ അതോ കല്യാണം കഴിക്കാനാണോ? ഇത് കഴിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചാ ഞാൻ കഴിക്കും. പിന്നെ കല്യാണം കഴിക്കുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ മാറ്റി വെക്കാം. എന്താ, തനിക്ക് അവളെ കെട്ടണോ? ഹാ പറയടോ, ഞാൻ വേണേ വിട്ടുതരാം. എനിക്ക് അവളെ തന്നെ കെട്ടണോ നിർബന്ധമൊന്നും. Oh. പിന്നെ അവള് പറഞ്ഞു അവളെ കെട്ടാന്ന് Beggar പറഞ്ഞു. cheated her after dating. വേറൊരു പൂങ്കമ്പം ഉണ്ടപ്പോ ആ വായി നോക്കി ആ കൊമ്പിലേക്ക് ചാടി. बैगर बोल दिया. ആരും കെട്ടാനില്ലാന്ന് കരുതിയാ ഞാൻ ഒരു ലൈഫ് കൊടുക്കാന്ന് വിചാരിച്ചു. തനിക്ക് വേണേ പറ, ഞാൻ വിട്ടുതരാം. പറയടോ, തനിക്ക് വേണോ അവളെ? വേണോ? ओ. बेकार आदमी. ഏയ്, വെള്ളം ഇറങ്ങിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. In the end तो money के लिए ही कर रहा है. ഏയ്, തീപിടികൊള്ളി. തന്റെ കാര്യം നടക്കുന്ന തോന്നുന്നത്. തന്റെ കാമുകൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ കുത്തനെ ഇറക്കത്തിലേക്ക് അന്തം വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. എവിടെ പോയി ഇടിച്ചു നിൽക്കുന്നു പറയാൻ പറ്റില്ല. അയ്യോ, കണ്ടോ? കണ്ടു. Oh. ഒരു കാര്യം തീർച്ചയായും, അവന്റെ ഉള്ളിൽ തീ പിടിച്ചു തുടങ്ങി. ഇനി ഒരു പൊട്ടിത്തെറിയുണ്ട്. അത് കഴിയുമ്പോ നമ്മുടെ ഈ വാതിലിലെ എന്നൊരു മുട്ടി കേൾക്കും. हाँ. താൻ പോയി തുറന്നു നോക്കുമ്പോ കരിഞ്ഞ പുകഞ്ഞ മനസ്സുമായിട്ട് അവരിങ്ങനെ നിൽക്കുന്നത് കാണാം. താൻ ആ പൈപ്പിന്ന് കുറച്ച് Ice water. എന്ന് പറഞ്ഞ അങ്ങോട്ട് തണുക്കും. അതോടെ നിങ്ങൾ ഒന്നാവും. नहीं. नहीं എന്നിട്ട് यार. ഞങ്ങളൊരു വണ്ടി പിടിച്ച് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്തേക്ക് പോകും. अरे वो इसके साथ करना. അങ്ങനെ പോകുന്നില്ല. क्या ആദ്യം മാലോടെ വെക്കണം. ആ. അപ്പൊ ഞാൻ പറയും വണ്ടി ബോട്ട്. അപ്പൊ വണ്ടി പോകും. प्यार
क्या ही अमेजिंग गाना था। पता है जो भी अभी तक हमने गाने सुने ना सारी इस मूवी के, इतने फन है ना, इतनी वो हैप्पी वाइब आई है ना। और साथ ही साथ यहाँ पे मुझे लगता है यहाँ फेलिक्स को रियलाइज हुआ कि उसने क्या गलती कर दी। उसने ना वीना को छोड़ के, मतलब उसे, मेरे को लगता है कहीं ना कहीं अब रिग्रेट फील हो रहा है कि यार मैंने इसे क्यों छोड़ा। पर मेन सीन तो ये टॉम अंकल का ही था, क्योंकि टॉम अंकल क्या कर रहे थे, लाइक उनकी पहली बार तो गलती नहीं थी, पर उसके बाद जब वो लड़की आई थी तो वो भी मतलब वो शौक में खुश थे और वो एंजॉय कर रहे थे। फिर वो पकड़े गए और फिर जो उनकी वाइफ ने ड्रामे किया, बहुत मजा आया। बहुत ही क्रेजी सीन था। मतलब वो कैसे ना, उन्होंने कबर्ड खोला तो वो वेटर कह रहा था अरे यार इसको तो Headless. हेडलेस है, ये पूरी बॉडी है इसके अंदर। वो बाहर आ गई, वो कह रही थी मुझे क्या, वो इतना सब बखेड़ा खड़ा हो चुका है, फिर वो पूछ रहे मुझे रुकना है क्या, मुझे जाना है। अरे बहन तू जा यार। वो क्या बोलते हैं, मेरी कोई इज्जत नहीं है तो मुझे फर्क नहीं पड़ता, जिसकी इज्जत है उसको फर्क पड़ता है। आप लोग कैसे लगा हमें कमेंट्स में जरूर बताएगा। जैसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए। बाय।